സ്ലോട്ട് 16 ആളെത്തിയില്ലല്ലോടാ, ഒരാളല്ലേ എത്തിയിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ വരെ സുബിയെ. മണ്ടീസ് ഇപ്പോൾ ചെറിയൊരു പരിപാടിയിൽ എപ്പോൾ വരട്ടെ, 10:30 ആവുമ്പോഴേക്കാണ്ടെത്താം. മാപ്പ് മാറ്റാത്ത വേറൊന്നുമല്ലടാ, ഇപ്പോഴത്തെ അപ്ഡേഷന് ശേഷം പിങ് ഒന്ന് റെഡി ആവുന്നുണ്ട്, അതിൻ്റെ ശേഷം മാപ്പ് മാറ്റും. സെയിം മാപ്പ് ഇടണ നമ്മൾ ഒരാഴ്ച എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടുന്നു പറഞ്ഞിട്ടുണ്ടേനി, അങ്ങ് കേട്ടോന്നറിയില്ല. എനിക്കെന്താ ബുദ്ധിമുട്ടുണ്ടേ പറയണം കേട്ടോ. ഇന്നും ബിയോസിൻ്റെ റൂമിൽ ചുമ്മാ കയറി സാവായിട്ട് 2 പയ്യന്മാരൊക്കെ അങ്ങനെ തേട് ആ കളിക്കുന്നില്ല, കിടിലം കളി കളിച്ച്
ഹലോ ഗൈസ്, വെൽക്കം ടു മെഗസ് ഗെയിമിംഗ് ചാനൽ. നമ്മളെ ഇന്നത്തെ സൺഡേ ഇറാങ്ക് മാപ്പ് സൺഡേ ആയതുകൊണ്ട് കുറേ പ്രോഗ്രാംസ് ആണ്. കുറച്ച് പിള്ളേർക്ക് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാൻ കൂടുതൽ ലേറ്റായി പോയി. അതാണ് പറ്റിയത്. അപ്പോൾ നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 86 പ്ലേയേഴ്സായിട്ട് കളി എടുക്കുന്നത്. എയ്റ്റെക്സ് ടീമൊക്കെ ഒന്ന് വന്നിട്ടുണ്ടല്ലോ. GZ teams, Atex, DF, BTK, Kings, TK, USK, Skull, KL14, Texo, PRT, Lowell, Noisy, and Chardy, Fatal, Mossad, Lad, Blue, Beast, WM, TK. അപ്പം നമ്മൾ കളി മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ ഫ്ലൈറ്റ് ഏറെക്കുറെ ഇത് സ്പെഷ്യലാണ്. നമ്മൾ മിലിറ്ററി ബേസ്ഡ് ഷൂട്ടിംഗ് റേഞ്ചാണ്. അപ്പോൾ ഈ കളി നോക്കുമ്പോൾ ലാഡ് ഫ്യൂസ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ DF ഫ്ലൈറ്റ് തന്നെ ടീംസ് നമ്മൾ നോവയിലേക്കാണ് വരികണ്ടിരിക്കുക. ഒപ്പന്മാരൊക്കെ ഉണ്ട്. GZ ടീംസ് ഉണ്ട്. മാഡ് മാക്സ് GZ, ഹൈഡ്സ് GZ ആൻഡ് റെയിൻ GZ. ഈ 2 ടീംസ് കൂടി പോകുന്നുണ്ട്. 5 പേർ നമ്മൾ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരും നമ്മളെ ലൈക്കും ഷെയറും ചെയ്യുക. നമ്മുടെ ചാനൽ സബ് ചെയ്യാതൊരു സബ്ബുക്കും ചെയ്യുക. യെസ്, അപ്പോൾ പണി തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു. DF ടീം ഒരു സൈഡ് ഇറങ്ങിയിരിക്കുന്നു. GZ ടീം അതുപോലെ തന്നെ മറ്റൊരു സൈഡ് ഇറങ്ങിയിരിക്കുന്നു. നമ്മുടെ കോച്ചിങ്ങിൽ ആരൊക്കെ ഇറങ്ങിയിട്ട് നോക്കാം. കോച്ചിങ്ങിൽ അതുപോലെ 2 ടീംസാണെന്ന് ഇറങ്ങി. നമ്മൾ സോളം പറ്റുമ്പോൾ USK ടീംസ് ഇറങ്ങിയിട്ട് സ്കൾ ടീംസാണ്. ഇന്നലെ ഡിന്നർ അടിച്ച സ്കൾ ടീംസ് ഇന്ന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കോച്ചിങ്. അതുപോലെ തന്നെ ഇന്നത്തെ USK ടീംസിൽ നിന്നൊരു പ്ലെയർ കുറവാണ്. ബിഷ് വനം, USK ഗേൾ, മാക്രി അങ്ങനെയാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. 3 പ്ലേയേഴ്സായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. റോസോക്ക് പോകുമ്പോൾ റോസോക്ക് ഒരു ഹോട്ട്സ്പോട്ടാണ് ഇപ്പം മെയിനായിട്ട് സോളം പറ്റൂ. നമ്മളെ KBN ഡ്രാക്കുള, TK ഡ്രാക്കുള ആൻഡ് KBN ടീംസിൻ്റെ ഒരു കൂട്ടുകെട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ടോ. എനിക്ക് മാറ്റിസ് ലെവൽ നമ്മൾ ഫൈറ്റ് നടക്കുന്നു. വേറെ എവിടെയാണ് മിൽറ്റയിലാണ് ഫൈറ്റ് നടക്കുന്നത്. മിൽറ്റയിലേക്ക് നോടിപ്പോയേക്കാം. മിൽറ്റയിൽ ഒരുപാട് ടീമാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത ടീംസാണ് നമ്മുടെ മിൽറ്റയിൽ ഇറങ്ങിയിരിക്കുന്നത്. മാറ്റിസൺ ടീംസ് ഒരു സൈഡ് നിൽക്കുന്നത്. TK പിള്ളേർ ഒരു സൈഡ് നിൽക്കുന്നത്. ടെക്സോ വിസാഡ് ഒരു സൈഡ്, ടെക്സോ ടീംസ് TK ടീംസ് ഒരു സൈഡ് നിൽക്കുന്നുണ്ട്. RT ടീംസ് ഒരു സൈഡിൽ, ലോൾ ടീം ഒരു സൈഡ് നിൽക്കുന്നുണ്ട്. TK ടീംസ് അതുവഴി ഫ്ലാങ്ക് ചെയ്ത് TK ശ്യാമാണ് പണി കൊടുക്കുന്നുണ്ടെന്ന്. ടെക്സോ രാജോടെ നിൽക്കുന്നത്. വിസാൻ്റെ കില്ലോടെ കുമ്മനെടുക്കാൻ ചാൻസ്. TK ശ്യാമിനാണ് പണിയിട്ടുള്ളത്. TK ശ്യാമിനെ നമ്മളെ ലഡ്മെസി അടിക്കുന്നുണ്ട്, നോക്കാക്കുന്നുണ്ട്. വിസാഡ് നിൽക്കട്ടോ. അബി നോക്കായി എടുക്കുന്നുണ്ട്. ഇനി ടെക്സോടെ രാജൻ മാത്രം ബാക്കി നിൽക്കുന്നു. അങ്ങനെ ജോക്കർ നമ്മൾ ശ്യാമിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൗസൊക്കെ തുറന്നു കൊടുക്കുന്നു. RT ടീംസ് കഴിഞ്ഞ് രാജനോട് നിൽക്കുന്നു. നിഷ്പ്രയാസം രാജൻ റിവൈവ് ചെയ്യാതെ നിൽക്കുന്നുണ്ട്. ടെക്സോ അബിക്ക് നല്ല ലിറ്റാണ് കിട്ടുന്നത്. നമ്മൾ TK ആക്കോ ഇനി ഓരോരുത്തർ റെസ്പെക്ട് ചെയ്ത് നോക്കാം. ലോൾ ടീമിൻ്റെ അടുത്ത് മിക്കവാറും TK ആക്കോമിന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ടെക്സോ സൈക്കോ തുള്ളിച്ചാടി ഇറക്കുന്നുണ്ട്. ടെക്സോ സൈക്കോ, യെസ്, സൈക്കോ ലൂട്ടൊക്കെ എടുത്ത് സെറ്റ് ആവുന്നുള്ളൂ. ടെക്സോ സൈക്കോ ആദ്യം ടെക്സോ രാജനവിടെ കുമ്മനടിക്കുന്നുണ്ട്. നമ്മളെന്താ യെസ്, നമ്മളെ അബിനോടെ കില്ലെടുക്കുന്നുണ്ട്. നമ്മൾ ടെക്സോ ശ്യാമിന് വീണ്ടും ഹിറ്റ് കിട്ടുന്നു. അങ്ങനെ ടീംസ് നോക്കുമ്പോൾ നമ്മൾ ശ്യാം അവിടെ നോക്കായി വീണ്ടും കിടക്കുന്നുണ്ട്. ശ്യാം റിവ്യൂ ആയിട്ടുണ്ട്. RT ടീംസ് അങ്ങനെ ഫയറിലാണ് നിൽക്കുന്നത്. RT ടീംസ് ഒരു ഗിൽസ് അടിച്ചെടുത്തിട്ടുണ്ട്. 2 ഗിൽസ് അടിച്ചെടുത്തിട്ടുണ്ട്. RT ടീംസ് അങ്ങനെ കാറിൻ്റെ രാജൻ ഇപ്പോൾ പടമാണ് തന്നെ. മാക്സ് പെൻ രാജൻ്റെ അങ്ങനെ 8X ടീമിൻ്റെ അടുത്ത് ഫൈറ്റ് നടക്കുന്നു. 7-1 ഓടിപ്പോയി വരാം. 7-1 നോക്കുമ്പോൾ നമ്മൾ TK റീജിയൻ്റെ നമ്മളെ നോയ്സി ടീംസ് വേഴ്സസ് 8X ടീം. 8Xയുടെ ഒരു പ്ലെയറുടെ ടോർപിഡൻ അങ്ങനെ തീർത്തിരിക്കുകയാണ്. 8Xയുടെ ഡെത്ത് മുരുകൻ ആൻഡ് വെയിൻ ടീംസ് അങ്ങനെ 3 പ്ലേയേഴ്സായിട്ട് 8Xന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. മറ്റന്മാർ 3 പ്ലേയേഴ്സായിട്ട് നീഡ് വരുന്നുണ്ട്. നോയ്സ് ഏജ് ഇവിടെ നോക്കി കിടക്കുന്നുണ്ട്. ഇവിടെ സ്മോക്കാണ് വന്നിരിക്കുന്നത്. അങ്ങനെ TK ലീജിയാണ് അങ്ങനെ റിവൈവ് ചെയ്യാൻ കാർ ഫയർ ചെയ്തെടുക്കുന്ന മച്ചാണ്. TK ലീജിയൻ അതുവഴി ഫ്ലാങ്ക് ചെയ്ത് വന്നിട്ട് നമ്മളെ മച്ചാനെ റിവൈവ് ചെയ്യാൻ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജസ്റ്റ് കാണുന്നില്ല തോന്നുന്നു. ഓപ്പണായി നിന്ന് അടിക്കുന്നു നമ്മൾ TK ടീം. നമ്മളെ നോയ്സ് ടീം അങ്ങനെ ഫിനിഷ് ആവുന്നുണ്ട്. നോയ്സ് ടീം അങ്ങനെ വിട പറയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ 8X ടീം അങ്ങനെ ഫോക്കൽസോട് കൂടി 7 കൈയടക്കിയിരിക്കുന്നു. വീണ്ടും നമുക്ക് മിലിറ്ററിക്ക് പോകാം. മിലിറ്ററിൽ RT ടീംസ് അങ്ങനെ കയറി വരുന്നുണ്ട്. നമ്മൾ TK ടീംസിൻ്റെ അടുത്ത് ഇങ്ങനെ കയറി വന്ന് TKയിലെ അക്കോമ അങ്ങനെ നോക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ശ്യാമും കൂടി നോക്കാൻ 2 പ്ലേസ് നോക്കാൻ വന്നുണ്ട്. വീണ്ടും നമ്മൾ ജോക്കറാണ് ഉള്ളിൽ കിടക്കുന്നത്.
ജോക്കറോടെ റിവൈവിങ്ങിലാണ്. ജോക്കറിൻ്റെ ഗണ്ണൊന്നും കിട്ടിയിട്ടില്ല. ആളൊരു സിക്കിൾ പിടിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ മാൻറ്റീസ് അവിടെ നോക്കി കിടക്കുന്നുണ്ട്. മാൻറ്റീസാണ് അക്കോമ മെസ്സിനെ അടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ കിടിലമായിട്ട് നമ്മളെ മാക്സ് പെയിൻ അവിടെ നിന്ന് അടിക്കുന്നുണ്ട്. നമുക്ക് അക്കോമിനെയൊക്കെ നോക്കാം. നമുക്ക് അക്കോം ടീക്കെ മെസ്സി അങ്ങനെ കയറി വരുന്നുണ്ട്. മെസ്സി മിക്കവാറും കയറി വന്നിട്ട് നമ്മൾ അക്കൗണ്ട് അടിക്കുക. യെസ്, നമ്മൾ ജോക്കറിന് പണിയാൻ ചാൻസ് ഉണ്ട്. ജോക്കറിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. ജോക്കറിനിട്ട് നോക്ക് ചെയ്യാൻ ചാൻസ്. യെസ്, ജോക്കറിനെ നോക്കാന്നിട്ട് അക്കോ മകൻ ആർട്ടിക്കാട്ടോസിനെ നോക്ക് ചെയ്യുന്നുണ്ട്. ആർട്ടിക്കാട്ടോസിനെ ഇടുക്കുന്നുണ്ട് അങ്ങ് നോക്ക് ചെയ്തതിൻ്റെ ശേഷം. പക്ഷേ ബാക്കിൽ നിന്ന് വച്ചാൽ വരുന്നത് അങ്ങനെ ഒരു കില്ല് ആർഡിയിലെ ഒരു പ്ലെയറും കൂടി കണ്ട് എടുത്തിട്ടാണ് നമ്മൾ അക്കൗണ്ട് പോയിരുന്നത്. സ്പെക് USK എവിടെ ഇരുന്നല്ല. അവിടെ സ്ലോട്ട് ഓർമ്മ ഉണ്ടോ? ഇത് നോക്കിയിട്ടൊന്നും പൊരുത്തപ്പെട്ടില്ല. സ്ലോട്ട് ഓർമ്മ ഉണ്ടോ മച്ചാനെ? എങ്ങനെ നമ്മളെ ലോയിലൊരു പ്ലെയറിനെ നമ്മൾ മാക്സ് പെയിൻ അവിടെ എടുക്കുന്നുണ്ട്. USK ഗേൾ ഗ്രാനൈഡ് വീഴുന്നുണ്ട്. USKയിൽ 3 പ്ലേയേഴ്സാണ് ഇറങ്ങിയിട്ടുള്ളത്. ഞാനിപ്പോൾ നമ്മളെ കോച്ചിങ്ങിലാണ് ഇറങ്ങിയിട്ടുള്ളത് മച്ചന്മാർ. യെസ്, 3 പ്ലേയേഴ്സ് നമ്മളെ ഗേൾ അങ്ങനെ നോക്കാൻ എടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എക്സ്കാൾ വേഴ്സസ് USK എന്നാണ് ഫൈറ്റ് എടുക്കുന്നത്. അങ്ങനെ കയറി പുഷ് ചെയ്യാൻ വരുന്നുണ്ട് ടീംസ്. അങ്ങനെ കയറുന്നുണ്ട് പ്ലേയേഴ്സ്. അങ്ങനെ നമ്മളെ മാക്രീനെ തീർത്തിരിക്കുന്നു. ബാക്കി 2 ടീംസാണ് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. നമ്മളെ ബീച്ച് വാന നിൽക്കുന്നുണ്ട്. USK ഗേൾ റൂമിൽ നിൽക്കുന്നുണ്ട്. USK ഗേളിനായിട്ട് പഠിക്കുന്നുണ്ട്. നമ്മളെ USK ടീംസ് തീർന്നു. സോട്ട് നമ്പർ 16 PRD ടീംസിലേക്ക് പോകുമ്പോൾ 4 പ്ലേയേഴ്സ് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു യസ്ന പൊല്യാനയിലാണ് നിൽക്കുന്നത്. യസ്ന പൊല്യാന മറ്റൊരു ടീം തൊട്ടടുത്തായിട്ട് ഫൈറ്റ് ചെയ്യാൻ നടക്കുന്നുണ്ട്. 4 പ്ലേയേഴ്സ് ലൈവാണ്. ഡബിൾ ബച്ച് റൈഡർ വംപയർ സോട്ട് നമ്പർ 12 ഫിനിഷ് ചെയ്യാൻ പറ്റാൻ ഇപ്പോൾ കാണിച്ചു. അടുത്ത നമ്മൾ KL14 ടീംസാണ്. KL14 ടീംസിൽ ലിപ്പോക്ക ഭാഗത്താണുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ലെഡ് ഫ്യൂസ് തന്നെ നമ്മളെ DF ടീം തമ്മിൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. ലെഡ് ഫ്യൂസ് GZ പ്ലേയേഴ്സുമായിട്ടാണ് ഫൈറ്റ് അടിച്ചത്. GZ മാഡ് മാക്സിൽ അവസാനമായിട്ട് നമ്മൾ റെയിൻ GZനെയാണ് ഫിനിഷ് ചെയ്യുന്നത്. അങ്ങനെ DF സ്ട്രൈറ്റർ 1 കിൽ. അതിൻ്റെ 2 കിൽസാണ് അടിച്ചെടുക്കുന്ന ടീംസ്. അങ്ങനെ കിടലമായിട്ട് ഒരു സ്കോഡ് ഇപ്പോൾ ചെയ്തിരിക്കുന്നു. കിങ്സ് ടീം സർക്കിലുണ്ട്. 4 പ്ലേയേഴ്സും സർക്കിൽ സെറ്റായിട്ടുണ്ട്. ലോൾ RD മാക്സ് പെയിൻ തമ്മിൽ ഫൈറ്റ് നടക്കുന്നു. നമ്മളെ മിലിറ്ററി വീണ്ടും ഫൈറ്റ് നടക്കുകയാണ്. ലോൾ മാൻറ്റീസിനെ ശ്രമിക്കുന്നുണ്ട്. മാൻറ്റീസിനെ നോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ ലോൾ ഡെഡ് ഷോട്ട് പൊളി കളിയാണ്. അതുപോലെ തന്നെ മെസ്സി അവിടെ നിൽക്കുന്നുണ്ട്. മാൻറ്റീസ് വീണെടുക്കുന്നുണ്ട്. മാക്സ് പെയിൻ വേണമെങ്കിൽ 2 പ്ലേയേഴ്സിനെ വീണെടുക്കുന്നുണ്ട്. ഇനി ആൾ നല്ല നമ്മളെ ഡാക്സോൾ സൈക്കോ കൂടി കയറി വന്നു കഴിഞ്ഞാൽ 3 ടീംസായിട്ട് നമുക്കൊരു ഫൈറ്റ് കാണാം. അങ്ങനെ ഡെക്സോ കയറി വരുന്നുണ്ട്. അവിടെ ലെഡ് അവിടെ റിവൈവ് ചെയ്യുന്നുണ്ട്. യെസ്, മാൻറ്റീസിനെ അങ്ങനെ തീർക്കുന്നുണ്ട്. ഡെഡ് ഷോട്ട്. ഇങ്ങനെ RDയിലെ മെസ്സി നല്ല ലിറ്റാണ്. മെസ്സി 1 HP-ലാണ്. 1 HP-ലാണ് മെസ്സിയും. ആ റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീണ്ടും ഒരു പ്ലെയറെ നോക്കി ചെയ്യുന്നു. ഇനി ഡെഡ് ഷോട്ടും മെസ്സിയും കൂടി ഫൈറ്റ് ഉണ്ട്. യെസ്, ഡെഡ് ഷോട്ടിനാണ് കയറി മെസ്സി തീർക്കുന്നു. തന്നെ വീണ്ടും നോക്കുമ്പോൾ യെസ്, ലാസ്റ്റ് ഷോട്ട് നമ്മൾ ഡെക്സോ സൈക്കോ തേർഡ് പാർട്ടി അടിച്ച് ഫിനിഷ് ചെയ്യുന്നു. ഡെക്സോ സൈക്കോ 1 കിൽ. TK വെങ്കടേഷ് ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുന്നത് ഒറ്റയ്ക്ക് നമ്മളെ ഫാമിലാണ് നിൽക്കുന്നത്. വീണ്ടും അടുത്ത ടീമിലേക്ക് പോകാൻ നമ്മളെ റൊസോക്ക് വൈപ്പർ ആൽഫ വൈപ്പർ ആൻഡ് ക്രൗൺ ടീംസിൻ്റെ ഒരു ഫൈറ്റാണ്. നമ്മൾ DK ഡ്രാക്കുള അമർലൻ ഡ്രാക്കുള ആൻഡ് MJ ടീംസ്. തൊട്ടപ്പുറത്ത് DF മാഡ് മാക്സ് ആൻഡ് MS റോഹിത് ആൻഡ് ബില്ലി റേ. അങ്ങനെ റോഹിത് പണി തുടങ്ങിയിരിക്കുന്നു. സ്പ്രേ ചെയ്യുന്നു. ബിൽ റേ ഇതേപോലെ മുകളിലാണ് മാഡ് മാക്സ് ഇറങ്ങുന്നുണ്ട്. ബീസ്റ്റ് ടീം വൈപ്പറിനെ നോക്കി ചെയ്തിട്ടുണ്ട്. റിവൈവ് ചെയ്യുന്നുണ്ട് മച്ചന്മാർ. യെസ്, മാഡ് മാക്സ് ഓപ്പണായിട്ട് ഓടി വരുന്ന സെക്കൻഡ് തേർഡ് പാർട്ടി 2 ടീംസ് ഇവിടെ ഉള്ള ആയിട്ട് അപ്പോൾ കില്ല് കുമ്മനെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. മച്ചാനോടെ നല്ല കില്ല് വേണ്ടി MJ തന്നെ കില്ലെടുക്കുന്നുണ്ട്. എങ്ങനെ ഒരു പ്ലെയർ തീരുന്നു. സ്ലോട്ട് നമ്പർ 3. ഇനി 2 പ്ലേയേഴ്സുമായിട്ട് സ്ലോട്ട് നമ്പർ 3 സ്ലോട്ട് നമ്പർ 2 4 പ്ലേയേഴ്സ് വേണ്ടി. ഗ്രൂട്ട് ഇവിടെ മുകളിലൊക്കെ കയറി നിൽക്കുന്നുണ്ട്. നമ്മൾ KBN ഗ്രൂട്ട് ബീച്ച് ടീമിന് ഇപ്പോൾ 4 പ്ലേയേഴ്സുമായിട്ട് കൂടെ റിവൈവിങ് നടന്നുകൊണ്ട് 4 പ്ലേയേഴ്സോട് സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നേരത്തെ റോഹിത്ത് അത് കൂടെ ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. റോഹിത്ത് അത് നോക്കിയിരിക്കുന്നുണ്ട്. മച്ചാൻ്റെ കയ്യിൽ M4 ഒക്കെ സെറ്റാണ്. ഫാറ്റക്സ് ടീമിനൊന്ന് കാണിക്കുമോ? ഓഫ് കോഴ്സ്. സോ നമ്പർ 20 വണ്ടി എടുത്ത് വരുന്നുണ്ട് മച്ചാനെ. എല്ലാവരും സെറ്റാണ്. 4 ടീംസ് ഇന്ന് 4 ആൾ സെറ്റാണ്. എൻവിയുണ്ട്, യോയോ ബോയ് ഉണ്ട്, സ്കോർപ്പിയോനുണ്ട്, സുഡു. 4 പ്ലേയേഴ്സ് സെറ്റായിട്ടുണ്ട്. 4 പ്ലേയേഴ്സും കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മച്ചന്മാരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. KBM വീണ്ടും ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്.
എം ജെ അങ്ങനെ ഫിനിഷ് ചെയ്യുന്ന നമ്പർ സെറ്റ് ഇനി ബില്ലിറ മാത്രമാണ് സ്ലോട്ട് നമ്പർ 3 അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ബീസ്റ്റ് ടീംസിന് നല്ല ലിറ്റാണ്. ബീസ്റ്റ് ടീംസ് എല്ലാവരും 2 പ്ലേയേഴ്സിന് 1 HP നിൽക്കുന്നത്. റിവൈവ് കഴിഞ്ഞ് മഡ് പോലും കിട്ടിയിട്ടില്ല മച്ചന്മാർക്ക്. ഗ്രൂട്ട് കൂടെ ഒരു സൈഡ് നിൽക്കുന്നുണ്ട്. ബില്ലിറ കട്ടടിബിയുടെ BTK തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നു. നമ്മൾ വെസ്റ്റേണിലാണ് അടിക്കുന്നത്. BTK ടീംസിൽ 4 പ്ലേയേഴ്സ് അലൈവാണ്. 4 പ്ലേയേഴ്സും കൂടി ഓപ്പോസിറ്റുള്ള ടീംസ് ആരാ നോക്കാം. PRD ടീംസ് വേഴ്സസ് BTK തമ്മിലാണ് ഫൈറ്റ് നടക്കുന്നത്. PRDയിൽ ഒരു പ്ലെയർ തീർത്തിരിക്കുന്നു. റോഡിൻ്റെ അപ്പുറത്താണ് ടീം നിൽക്കുന്നത്. ഇത്ര ലോങ് ആണോ ഫൈറ്റ് ചെയ്തത്? PRDയിലെ ഹൈഡറാണ് തീർന്നിരിക്കുന്നത്. PRD മച്ചന്മാരെ എല്ലാവരും ഒന്ന് ഹൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ BTK ടീം ഫുൾ റോഡിൻ്റെ അപ്പുറത്ത് നിന്നിട്ടൊരു ഫൈറ്റിംഗ് ആണ് നോക്കുന്നത്. കാറിന് അതിനേറ്റവും പിടിച്ച് നോക്കുന്നുണ്ട്. അബ്ദു CR7 പട്ടൻ സൈഡ് ഷോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോട്ട് കൊടുത്തു. 1 HP ആയിട്ടുണ്ട്. കിടിലമായിരുന്നു. 3 പ്ലേയേഴ്സും PRDൻ്റെ അവിടെ ഒരുമിച്ചാണ് നിൽക്കുന്നത്. മിക്കവാറും എല്ലാവരും കൂടി കയറി പുഷ് ചെയ്യാൻ പരിപാടിയുണ്ട്. അങ്ങനെ മാർക്കൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മച്ചന്മാർ നോക്കുന്നു. അങ്ങനെ സ്പ്രേയിങ് തുടങ്ങിയിരിക്കുന്നു. BTR ടീംസ് PRD BTK സെറ്റ് ടീംസ് PRDനെ വിറപ്പിച്ച് നിർത്തിക്കണം. അപ്പോൾ ഈ PRD ടീംസ് എന്ത് ചെയ്യുന്ന ഡബിൾ അഡ്വാൻസ് ആയിട്ട് കൊണ്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. DOD കിങ്സ് തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. എവിടെ ഫൈറ്റ് നടക്കുന്നത്? സ്ലോട്ട് ബട്ടൺ ഹിൽ ടോപ്പിൽ വെച്ചിട്ടാണ് ഫൈറ്റ് നടക്കുന്നത്. ഹിൽ ടോപ്പിൽ നേരെ തൊട്ട് താഴ്ത്ത് നമ്മളെ WM വേഴ്സസ് കിങ്സ് തമ്മിലാണ് ടീമിന് യുദ്ധം തുടങ്ങിയിരിക്കുന്നത്. ഫേറ്റൽ ടീംസിനെ ഇപ്പോൾ കാണിച്ചിട്ട് വെച്ചാൽ അങ്ങനെ നമ്മൾ WM ടീംസ് കയറി വരുന്നുണ്ട്. ബൈക്കൊക്കെ എടുത്ത് വരുന്നുണ്ട്. നല്ല സ്പ്രേയിങ് ആണ്. അങ്ങനെ പ്ലേയേഴ്സ് 2 വണ്ടിക്കാണ് വരുന്നത്. നല്ലതായിട്ടാണ് സ്പ്രേ ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ WM കിങ്സ് ആപ്സ് AP സെറ്റ് ഇവിടെ നിൽക്കുന്നുണ്ട്. AP സെറ്റ് ഇവിടുന്ന് ടോട്ടിൽ നോക്കി പൊളിയായിട്ടാണ് എല്ലാവരും തിരിഞ്ഞ് ഒറ്റയാൻ കയറി വന്നിട്ട് കിങ്സിലെ ഒരു പ്ലെയർ തീർക്കുന്നു. അജി അവിടെ നിൽക്കുന്നത്. അജീനെ കാണുന്നുണ്ട്. അജി അവിടെ നീടറിയെന്ന് കാണുന്നുണ്ട്. അജീനെ മിക്കവാറും തീർക്കാൻ നേരത്തിന് അജീനെ കാണുന്നത്. അച്ഛനെ ഒറ്റയാനിട്ട് പണിയാൻ ഒറ്റയാൻ പേര് പോലെ ഒറ്റയാനാവുന്നൊക്കെയാണ്. കിങ്സ് ടീമിനാണ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി കയറി വരുന്നുണ്ട്. ഒറ്റയാനും കൂടി ഫ്ലാങ്ക് ചെയ്ത് വരുന്നുണ്ട്. ഒറ്റയാനത് കയറി വരുന്നത് നമ്മൾ അജീനെ കാണുന്നുണ്ട്. ഒറ്റയാൻ പണിയുന്നത്. ഒറ്റയാൻ നല്ല ഇനി അജി മാത്രമേ ഉള്ളൂ. കിടിലമായിട്ട് നമ്മൾ WM ടീംസ് അവിടെ വൈപ്പ് ചെയ്യുന്നു. നമ്മൾ സ്ട്രോങ് 4 കിൽസോട് കൂടി ടീംസിനെ അവിടെ വൈപ്പ് ചെയ്യുകയാണ്. അടിപൊളി. ഫാറ്റൽ ടീംസ് വേറെ എവിടെയെല്ലാം വെച്ചാൽ നമ്മൾ മെൻഷൻ്റെ അടുത്താണ്. മെൻഷൻ്റെ വീട്ടിലാണ്. അവർ യുദ്ധം അല്ല. PRD ടീംസിൻ്റെ അടുത്ത് കയറി പുഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒച്ചമാരെയാണ് നോക്കുന്നത്. PRDയിലെ മറ്റൊരു പ്ലെയറും കൂടെ നോക്കുന്നുണ്ടെങ്കിൽ PRDയിൽ ഒരു പ്ലെയർ മാത്രമേ ഡബിൾ CR7 നോക്കിയിരുന്നു. പക്ഷേ പുറകിൽ നിന്ന് മറുപടി ഒന്ന് അടിക്കുന്നത്. അങ്ങനെ PRD ടീംസിനെ വാഷ് ഔട്ട് ചെയ്യുന്നു. വേറെ ഒന്നുമില്ല. BTKയിലെ 2 പ്ലേയേഴ്സിനെ അവിടെ എടുത്തിട്ടുണ്ട് നമ്മളെ PRD ടീംസ്. അങ്ങനെ PRD ടീംസ് വെറുതെ ചുമ്മാ അല്ല പോയത്. 2 പ്ലേയേഴ്സും കൂടിയും എടുത്തിട്ടുണ്ട്. അൽപ്പൊളി. അങ്ങനെ BTK ടീംസ് 4 കിൽസ് ടോട്ടൽ. അങ്ങനെ ബീസ്റ്റ് ടീം വീണ്ടും റിവൈവിങ്ങിൻ്റെ തിരക്കിലാണ്. ഇവിടെ മെഡൊന്നും കിട്ടുന്നത്. മച്ചന്മാർ ഈ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. ആരും പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചിട്ടില്ല. അതിനൊക്കെ നമ്മൾ 8X ടീം അവിടെ നിന്ന് ഫയർ ചെയ്യുന്നു. ഡ്രാക്കുൾ അങ്ങനെ നോക്കാവുന്നുണ്ട്. ഡ്രാക്കുൾ ഗ്രൂട്ടും നല്ല ഹിറ്റാണ്. ഡ്രാക്കുൾ അങ്ങനെ നോക്കാവുന്നുണ്ട്. ഡ്രാക്കുളിനെ റിവൈവ് ചെയ്യാമെന്നറിയില്ല. ഈ സമയത്ത് നമ്മൾ 8X ടീം തേർഡ് പാർട്ടി അടിക്കുക കിടമായിട്ടാണ് കയറി വന്നിരിക്കുന്നത്. ഇതെന്തെടുത്ത് കയറുന്നേ നീടാണെന്നറിയില്ല. ഡ്രാക്കുളിനെ അവിടെ പൊക്കുന്നുണ്ട്. അവിടെ കവർ ഫയർ ചെയ്യുന്ന ടീംസുകളാണ്. അവിടെ 8Xനെ വെയിൻ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ലെഡ് ടീം തീർന്നോ? ലെഡിൻ്റെ സ്ലോട്ട് നോക്കുക. യെസ് ഗ്രൂട്ടിന് അങ്ങനെ പണി കിട്ടുന്നു. അങ്ങനെ ഡ്രാക്കുളോടെ കിടക്കുന്നുണ്ട്. 8X ടീം കയറി വരുന്നു. 8X ടീം ഡ്രാക്കുള തന്നെ തീർക്കുന്നുണ്ട്. ഇനി KBM MC നിൽക്കുന്നുണ്ട്. മുരുകനാണ് കയറി വന്നിട്ട് എല്ലാവരും 1 HP ഉള്ള എല്ലാവരും കൂടി കയറി വന്നിട്ട് മുരുകൻ്റെ പണി കൊടുക്കുന്നുണ്ട്. യെസ് മുരുകൻ നീടും പിടിച്ചിരുന്ന ഒരു മച്ചനെ കൂടി അടിക്കുന്നു. ഇനി ആ ഒരാൾ മാത്രമേ ഉള്ളൂ. യെസ് ഫിനിഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഫിനിഷ് ചെയ്യുന്നത് നമ്മളെ ബീസ്റ്റ് ടീംസിലാണ് ഫിനിഷ് ചെയ്യുന്നു. KBMൽ യെസ് അവിടെ ഒരു പണി തുടങ്ങിയിരിക്കുന്നു. അമ്മലിനെ അവിടെ റീലോഡ് ചെയ്യുന്ന സമയത്ത് പണി കിട്ടി. പക്ഷേ വെയിനാണ് ഇത്. 8X വെയിനാണ് പടം വന്നു. അന്നിട്ടേക്ക് അമ്മൽ ഇവിടെ കിടക്കുന്നുണ്ട്. KBM നമ്മളെ മുരുകനിട്ട് പണിയുന്നു. പക്ഷേ ഒപ്പം സപ്പോർട്ടിൻ്റെ മുകളിൽ നിന്ന് ഡെത്ത് അടിക്കുന്നു. അങ്ങനെ ഡെത്ത് അങ്ങനെ തീർക്കുന്നു. അങ്ങനെ 8X 2 പ്ലേയേഴ്സുമായിട്ട് 13 കിൽസുമായിട്ട് ടീംസ് മുന്നോട്ട് പോകുന്നുണ്ട്. മൊസാഡ് വേഴ്സസ് ഫാറ്റൽ ഒരു ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. 2 ടീംസും വണ്ടിയിലാണ്. ലെറ്റ്സ് സ്ലോട്ട് നമ്പർ 22. യെസ് മൊസാഡ് വേഴ്സസ് ഫൈറ്റിന് ചാൻസ് ഉണ്ട്. എല്ലാം കൂടി ഒരു വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടാണ് റൈറ്റിൽ
സോളോമ 22 ഇപ്പോൾ നോക്കാം. എന്തിരടാ അത്, നല്ല രസമുണ്ടായിന്. ഓ ലെഡ് ടീമിനൊപ്പം ഫിനിഷ് ചെയ്തടാ. ചെക്ക് ചെയ്യുമ്പോഴേക്കും പിടുത്തം മുട്ട കേട്ടോ, സ്ലോട്ട് കാണാനില്ല. നമ്മളെ ലെഡ് ടീമിനാണ് ഫിനിഷായി. ലൂട്ടൊന്നും ആയിട്ടില്ലല്ലോ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരടാ ട്രാക്കുളെ. കണക്ക് വരുമ്പോൾ ഒന്ന് കൊണ്ടുവന്നോടെ തന്നെയോ. എല്ലാം ലൂട്ട് ഇത് പോടെ. ലൂട്ട് ഉണ്ടാവണമെങ്കിൽ ഒരു 3 സ്കോഡുള്ള റൊസോക്കിൽ 3-4 സ്കോഡുള്ളടത്ത് ഇറങ്ങിയിട്ട് കാര്യം. ലൂട്ടൊക്കെ വേണമെന്നുണ്ട് വല്ല ഇന്ന് കോച്ചിങ് ഇറങ്ങി കൂടെ വരും. 2 സ്കോഡുള്ളൂ, അതിന് തികച്ചുള്ള സ്കോഡിൽ 7 ആൾക്കാർ മാത്രമേ ഉള്ളൂ കോച്ചിങ്ങിൽ. അങ്ങനെ മൊസാഡ് ടീംസ് അങ്ങനെ സേഫ് ആയിട്ടുണ്ട്. ഫാറ്റൽ ടീംസ് അങ്ങനെ വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ലെഡിൽ ഇനി ഫ്യൂസ് മാത്രമേ ഉള്ളൂ. DFൽ ഒരു ഫ്യൂസ് ഉണ്ട്. ഫ്യൂസൊക്കെ ഹൈഡായിട്ട് നമ്മളെ പാലൊക്കെ ക്രോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഹൈഡായിട്ട് ക്രോസ് ചെയ്ത് നിൽക്കില്ല, നമ്മൾ TPP എടുത്തിട്ടുണ്ട്. എയർ സ്റ്റേബിൾ വൈറ്റ് ബിഗ് ഫൺ, എയർ സ്റ്റേബിൾ ബിഗ് ഷോട്ട് ഔട്ട് മാൻ. അപ്പോൾ വീണ്ടും നമ്മളെ ചാനലൊക്കെ വന്നിട്ട് നമ്മൾ എയർ സ്റ്റേബിൾ വൈറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ TK ഹാനി ആൻഡ് ഷോക്ക് വേവ് തമ്മിൽ ഫൈറ്റ് ഉണ്ടായിരുന്നു. DF സ്ലൈറ്റിനോട് നോക്കുന്നത് 30 ഉണ്ടയും കൊണ്ടാണ് നടന്നത്. നന്നായി, ബെസ്റ്റ് കണ്ണ ബെസ്റ്റ്, അത്രേ ഉള്ളൂ. എനിക്കത് കൂടുതൽ ഒന്നും പറയാൻ പറ്റില്ല. യെസ്, നമ്മൾ തോർ അങ്ങനെ കട്ട TPPയിൽ എടുത്ത് നിൽക്കുന്നുണ്ട് മച്ചാനെ. അങ്ങനെ ലെഡ് ഫ്യൂസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. DF സ്ലൈറ്റൻ ഡിഫൻഡറാണ്. ഇതിൽ കിടിലമായിട്ട് ഒരു തല കണ്ടാൽ അടിയാന്ന് വെച്ച് നിൽക്കുന്നത്. ഓപ്പോസിറ്റ് 2 പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ TKയുടെ കളി സസ്കിച്ചു. ഹൈ ബ്രോ ഹൈ അൾട്ടി. നമ്മൾ ഫാറ്റൽ തമ്മിൽ ഫൈറ്റ് എടുക്കുന്നു. അവിടേക്ക് ഒന്ന് ഓട്ടിപ്പോയിട്ട് വരാം. യെസ്, നമ്മുടെ ഫാറ്റൽ ടീംസിൽ 3 പ്ലേയേഴ്സ് ആയിട്ടുണ്ട്. 3 പ്ലേയേഴ്സും കൂടി വരുന്നു. നമ്മുടെ നമുക്ക് കൊമ്പനെയാണ് ഞാൻ നോക്കി ചെയ്തിരിക്കുന്നത്. ഫാറ്റൽ പ്ലേയേഴ്സ് ഈ ഒരാളും കൂടെ ഉള്ളൂ. വൺ ആർമി യെസ് ഫിനിഷ് ചെയ്യുന്നു ഫാറ്റൽ ടീംസ്. ഒരു പ്ലെയർ നഷ്ടമാക്കിയാലും കിടിലമായിട്ടാണ്. പക്ഷേ തുടർന്ന് ബാക്ക് കൂടെ വന്നിരുന്നു. വേറെ സ്ട്രോങ് 7 തേർഡ് പറ്റി അടിക്കാൻ ശ്രമിച്ചിരുന്നു. 2 പ്ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടീംസ് അങ്ങനെ ഫാറ്റൽ ടീംസ് 5 കിൽസോട് കൂടി കിടിലമായിട്ട് 5 കിൽസ് അടിച്ചിരുത്തിയിരിക്കുന്നു. അൽപ്പളി കളിയായിരുന്നു. വീണ്ടും നമുക്ക് ഈ സ്ലോഡുമ്പോൾ 1ൻ്റെ അടുത്തേക്ക് തന്നെ പോവാം. അയ്യോ 1ൻ്റെ അടുത്തേക്ക് അല്ല, നമ്മൾ സ്ലോഡുമ്പോൾ 25ൻ്റെ അടുത്തേക്ക് പോവാം. ഡെക്സയിൽ ഒരു പാവം പയ്യൻ ബാക്കിയുണ്ട്. അവൻ സൈക്കോൻ്റെ അടുത്ത് നൈസായിട്ടൊരു കില്ലെടുത്തിട്ടുണ്ട്. മിലിറ്ററിയിൽ നൈസായിട്ട് നമ്മൾ RD ടീമിനെ അടിച്ചിട്ടൊരു കില്ലെടുത്തിട്ടുണ്ട്. അങ്ങനെ ലെഡ് ഫ്യൂസ് ഒരു തോറൊരു സൈഡ് ഡിഫൻഡർ സ്ലൈറ്റാണ് നോക്കാം. സ്ലൈറ്റാനൊക്കെ എന്താ ചെയ്യുന്നത്? സ്ലൈറ്റിൻ്റെ കയ്യിലാണ് പുതിയ മാരകമായിട്ട് നമ്മൾ M249 കയ്യിലാണ്. മാരകമായിട്ട് പല ചിന്തകൾ വരുന്നത് നമ്മളെ സ്ലൈറ്റിൻ്റെ കയ്യിലാണ്. സ്ലൈറ്റ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്താ ചെയ്യുന്നത്. ടീംസാണ് ഫുൾ പാമ്പ് നിൽക്കുന്നത്. ഒരു നിലയ്ക്കും വിട്ടു കൊടുക്കില്ലാണ്. നീടൊക്കെ വരുന്ന എറിയുന്നുണ്ട്. റെഡ് സോണുമായിട്ടുണ്ട്. ഹണീനെ കണ്ടു തോന്നുന്നു. അങ്ങനെ സ്മോക്ക് കാണുന്നുണ്ട്. ഡെക്സോ ഓ കിടലും ബ്രിഡ്ജ് ബ്ലോക്കിലാണ് നമ്മളെ സ്കൾ ടീം 7 കിൽസോടുകൂടി പോച്ചിങ്കി കീഴടക്കി മച്ചന്മാർ വന്നിരിക്കുന്നത്. നമ്മളെ ഡെക്സോടെ പോയി. ഡെക്സോ സൈക്കോ സ്ലോഡംബർ 15. വച്ചൻ പാവം ഒരു വണ്ടിയൊക്കെ കിട്ടുന്നുണ്ട്. വണ്ടിയൊക്കെ എടുത്തിട്ട് വണ്ടിയൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ 8X ടീം അതുവഴി വണ്ടി എടുത്ത് വരുന്നുണ്ട്. ഓരോ വണ്ടിയിൽ ലിഫ്റ്റ് വെച്ച് കയറി ചിലപ്പോൾ സൗണ്ട് ഉള്ളിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. ലിഫ്റ്റ് ചോദിക്കാൻ നിൽക്കാൻ മതി. മൊസാഡ് ടീംസ് അങ്ങനെ നമ്മൾ ടീംസിന് പണി പാളി. അപ്പുറത്ത് ഫുൾ ക്യാമ്പ് ചെയ്ത ടീംസൊക്കെ സോണ് മാറി മറിഞ്ഞത് കണ്ടില്ലേ. ഷമ്മി DF സ്ലൈറ്റ് നമ്മൾ TK ഹണീനെ നോക്കിയിരുന്നു. ഷോക്ക് വേവ് പടമാകുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെ DF ടീം അങ്ങനെ 4 കിൽസോട് കൂടി ടീംസ് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സോണ് മാറിയിട്ടുണ്ട്. 8X ടീം അങ്ങനെ ജീപ്പ് കൊടുത്ത് സെറ്റായിട്ട് ബ്രിഡ്ജ് ബ്ലോക്കിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ DF vs 8X തമ്മിൽ ഫൈറ്റിന് ചാൻസ് ഉണ്ട്. ടീംസ് കയറി വരുന്നത് നമ്മൾ KL-14 നമ്മളെ BTK സെറ്റ് തമ്മിൽ ഫൈറ്റ് നടക്കുന്നു. KL-14ലേക്ക് നോക്കാം. മൊസാഡ് ടീംസ് തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. മച്ചനെ നല്ല കളി കളിച്ച് വന്നിരുന്നു. പക്ഷെ എന്തായാലും പണ്ടത്തെ പോലെയല്ല, കളിയൊന്നും മെച്ചപ്പെട്ടിരിക്കണ്. പുതിയ ചെക്കന്മാർ എന്തായാലും നല്ല കളി ഉഷാറായിക്കണ് കൊമ്പൻ. അങ്ങനെ മൊസാഡ് ടീംസ് ഒരു സൈഡ് നിൽക്കുന്നത്. KL-14 ഒരു സൈഡ് നിൽക്കുന്നുണ്ട്. വണ്ടിയൊക്കെ പൊട്ടിച്ചിട്ട് ചേസ് ചെയ്തിട്ട് നമ്മൾ BTK മച്ചന്മാരെ അടിച്ചിട്ടിരിക്കുന്നത്. 2 പ്ലേസ് ഉണ്ടായിരുന്നു. ഡെക്സോ സൈക്കോ അവിടെ ക്യാമ്പിങ് ആണ്. 8X അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇവിടെ വെങ്കടേഷ് നിൽക്കുന്നുണ്ട്. മിലിറ്ററിയിൽ ഒറ്റയ്ക്ക് TK വെങ്കടേഷ് നിൽക്കുന്നുണ്ട്. DF വരുന്നുണ്ട്. എക്സ്കൾ ടീംസ് അതുപോലെ OT വരുന്നുണ്ട്. എല്ലാം പിടുത്തമിട്ട് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. വണ്ടിയൊന്നുമില്ല മച്ചന്മാർക്ക്. ഇനി ഒരു രക്ഷയില്ല. ഇനി ബോട്ട് എടുത്തിട്ട് ക്രോസ് ചെയ്യാന്നല്ലാതെ ഒരു നിവൃത്തിയില്ലാതെ മച്ചന്മാർ എല്ലാവരും കയറി വരുന്നുണ്ട്. ഫാറ്റൽ ടീംസ് 3 പ്ലേയേഴ്സുമായിട്ട് ഫാറ്റൽ ടീംസ് 5 കിൽസോട് കൂടി വണ്ടി എടുത്തിട്ട് ടീംസ് വണ്ടിയിൽ കയറുന്നുണ്ടായിരുന്നു. വണ്ടി എടുത്ത് സോണിൻ്റെ ഉള്ളിലേക്ക് വരികയാണ് മച്ചന്മാർ.
അങ്ങനെ DF ടീം അങ്ങനെ സോണിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 8 ടീം 23 ചുരുങ്ങിയിട്ടുണ്ട്. നമ്മൾ സോൺ ചെറുതാവുന്നതനുസരിച്ച് പ്ലേയേഴ്സ് തീർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 8 ടീംസ് 23 ലൈവ്സ് ആയിട്ടാണ് കളി മുന്നോട്ട് പോകുന്നത്. ഒരു ഡ്രോപ്പ് വരുന്നുണ്ട്. അങ്ങനെ 7 ആൾക്കാരെ നമ്മൾ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ട്. ചാനൽ വാച്ച് ചെയ്യാൻ എല്ലാവരും നമ്മൾ ചാനൽ സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക. വൈ എല്ലാവരും ലൈക്കും ഷെയർ ചെയ്യാം വെച്ചവരെ. അങ്ങനെ ടെക്സസ് സൈക്കോൻ്റെ അടുത്തേക്കാണ് നമ്മൾ DF ടീം കയറി വരുന്നത്. പക്ഷേ സൈക്കോൻ്റെ അടുത്ത് എത്താൻ ചാൻസ് ഇല്ല. നമ്മളെ സ്കൾ ടീം അതുപോലെ തന്നെ സോണിൻ്റെ ഉള്ളിലേക്ക് എത്തണം. എല്ലാവരും ഇനി ഒന്നും അടുത്തെത്തിയാൽ മാത്രമേ ഒരു ഫൈറ്റിനൊരു ചാൻസ് വരുന്നുള്ളൂ. നമ്മളെ 8x ടീം നല്ലൊരു പ്ലേയാണ് കഴിച്ച് വെച്ചത്. 13 കിൽസ് മച്ചന്മാരെ അടിച്ചത്. ഡെത്തിന് 6 കിൽസ് ഉണ്ട്, മുരുകന് 3 കിൽസ്. ബാക്കിയുള്ള മച്ചന്മാർ പടമായി പോയി. എന്നാലും കിടലം പ്ലേയാണ് കഴിച്ച് വെച്ചു. വെങ്കടേഷിനെ കണ്ടോന്നറിയില്ല. വെങ്കടേഷിനെ കണ്ടതുകൊണ്ട് നമ്മളെ ഡെത്ത് അല്ല മുരുകൻ നമ്മളെ വെങ്കടേഷിനെ കണ്ടു. അപ്പോൾ ഒരു ഫൈറ്റിന് ചാൻസ് ഉണ്ട്. മുരുകൻ വെങ്കടേഷിനെ അടിക്കുമോ കണ്ടിട്ടില്ല. ചുമ്മാ സ്കോപ്പ് നോക്കിയാൽ പെട്ടികളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് മച്ചാൻ. മൊസാഡ് വേഴ്സസ് ആണോ KL-14 വേഴ്സസ് മൊസാഡ് തമ്മിൽ ഫൈറ്റ് നടക്കുമ്പോൾ നമ്മൾ KL-14 മൊസാഡിൻ്റെ വണ്ടീൻ്റെ ടയറങ്ങ് പൊട്ടിക്കുകയാണ്. വിങ് മാൻ ബുദ്ധിക്കിട്ട് കളിക്കുന്നുണ്ട് മച്ചനങ്ങനെ. ടയറൊക്കെ പൊട്ടിക്കുന്നുണ്ട്. മൊസാഡ് ടീംസ് രണ്ടും കൽപ്പിച്ച് നിൽക്കുന്നുണ്ട്. പുതിയ ഹെൽമെറ്റൊക്കെ കിട്ടിയുള്ള മച്ചാന്. പുതിയ ഹെൽമെറ്റൊക്കെ കിട്ടി സെറ്റായി നിൽക്കുന്നുണ്ട് മച്ചന്മാർ. അപ്പോൾ വണ്ടി ഏകദേശം തീരുമാനമായിട്ടുണ്ട്. വണ്ടി ഒരു ടയർ 2 ടയറും പൊട്ടിച്ചിട്ടെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു യുദ്ധത്തിന് ഇവിടെ സമയമുണ്ട്. ഡെത്ത് വേഴ്സസ് വെങ്കടേഷ് തമ്മിലൊരു ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. വെങ്കടേഷ് ഇവിടെ നിൽക്കുന്നുണ്ട്. വെങ്കടേഷ് TPP എടുത്ത് നിൽക്കുന്നുണ്ട്. മുരുകൻ ആൻഡ് 8x ഡെത്ത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. വെങ്കടേഷിന് പണിയാൻ വേണ്ടിയിട്ട് വെങ്കടേഷ് ഓർച്ചപ്പുറത്താണ്. അങ്ങനെ ഫ്ലാങ്ക് ഇത് പറയാനുള്ള പരിപാടിയിലാണ്. 1 vs 2 വെങ്കടേഷ് എന്ന് ചെയ്യാൻ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ 8x ഡെത്ത് മുരുകൻ. ഈ 2 ടീംസ് നല്ലൊരു കോമ്പിനേഷനാണ് കളി കളിച്ച് വന്നിരിക്കുന്നത്. അവിടെ നമ്മളെ മൊസാഡും ഫാറ്റലും തമ്മിൽ KL-14 തമ്മിൽ അങ്ങോട്ട് ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. വെങ്കടേഷ് മൂവ്മെൻ്റ് വെങ്കടേഷ് കുറച്ച് ഫോൾ ബാക്ക് ചെയ്യുന്നുണ്ട്. ഫോൾ ബാക്ക് ചെയ്തിട്ട് പണിയാവുന്ന പരിപാടിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ കിട്ടില്ല ഡ്രസ്സാണല്ലോ. അവിടെ നോക്കുമ്പോൾ നമ്മൾ 8x ഡെത്ത് അതുപോലെ തന്നെ തുള്ളിച്ചാടി വരുന്നുണ്ട്. 2 പ്ലേയേഴ്സുകളാണ്. PNX ഗെയിമിംഗ് വിളി വെൽക്കം ടു ശ്രീ മച്ചാൻ PNX ഗെയിമിംഗ്. അപ്പോൾ നമ്മളെ മുരുകൻ ഡെത്ത് നല്ലൊരു സോണിൻ്റെ ഉള്ളിലേക്ക് ഫോൾ ബാക്ക് ചെയ്യാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫ്ലയർ പൊട്ടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഫാറ്റലാണ്. DF ആണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഫാറ്റൽ ടീംസാണ് 2 എയർ ഡ്രോപ്പ് പൊട്ടിച്ചത്. ഇപ്പോൾ DF ടീം കയറി വരും. നമ്മൾ സ്ലൈറ്റിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പറയേണ്ട താമസമുള്ളൂ. നമ്മൾ DF സ്ലൈറ്റിന് കയറി വരുന്നുണ്ട്. നമ്മൾ DF വേഴ്സസ് ഫാറ്റൽ ഒരു കിടില മാച്ച് ഇവിടെ കാണാം. സ്ലൈറ്റിന് പണ്ട് ഡ്രോപ്പിനോടൊരു അഹങ്കാരമാണ്. അതാണ് കയറി ഇടിച്ച് നിർത്തുന്നു. ഇട്ടിട്ട് പുറത്ത് ചാടുന്നു. സ്കോർപ്പിയൻ ഫയർ ചെയ്യുന്നു. പക്ഷേ കിട്ടുന്നില്ല. ആ സമയത്ത് നമ്മൾ സ്ലൈറ്റൻ പുറത്തോട്ട് ആരാ ചാടിയ നമ്മളവിടെ നോക്കുന്നത് യോജോ ബോയ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാതെ കാറിടിച്ച് അൽപ്പൊളി അറിയാതെ പുറത്ത് ചാടിയാൽ നമ്മൾ ഫാറ്റലിൽ ഒരു പ്ലെയർ അങ്ങനെ തീർക്കുന്നുണ്ട്. ഇനി 2 പ്ലേയേഴ്സുള്ള ഫാറ്റൽ ടീംസിനെ അറിയാതെ എടുത്ത് ചാടി ആവേശം കൊണ്ട് പൂണ്ടുവരും. വീണ്ടും ഒരു പ്ലെയറും കൂടി ചാടുന്നു. നമ്മൾ സ്കോർപ്പിയൻ വട്ടമിട്ട് കളിക്കണം. സ്കോർപ്പിയൻ ടീം എടുക്കുന്നുണ്ട്. പക്ഷേ ഒരാഴ്ചയില്ല 2 പ്ലേയേഴ്സ് എല്ലാം കൂടി തന്നെയാണ്. ഇനി ഒരു പ്ലെയറും കൂടിയുള്ള യോയോ ബോയിനും കൂടി നോക്കാം. യോയോ ബോയ് പൊസിഷൻസൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. അങ്ങനെ യോയോ ബോയ് എന്ത് ചെയ്യുന്ന അറിയാൻ നിൽക്കുന്നുണ്ട്. DF തോർസ് എടുക്കുന്നത് യോയോ ബോയും കൂടി ഓരോ പ്ലേസ് ഓരോ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. കയറി വന്നു. യോയോ ബോയിനാണ് ഫിനിഷ് ചെയ്യുന്നു. ഡിഫൻഡർ അങ്ങനെ തീർക്കുന്നുണ്ട്. ഈ കാറിൻ്റെ കൂടെ കയറി വന്ന് അങ്ങനെ ഫിനിഷ് ചെയ്തു. അങ്ങനെ ഫാറ്റൽ ടീംസിനാണ് നൈസായിട്ട് ഫിനിഷ് ചെയ്തു. DF ടീം ഓൾമോസ്റ്റ് സ്ലൈറ്റ് ആൻഡ് 5 kills ഉണ്ട്. 7 killsോടുകൂടി ടീം മുന്നോട്ട് പോകുന്നുണ്ട്. വീണ്ടും 8x ടീം കയറി വരുന്നുണ്ട്. 8x ടീം വരുന്നുണ്ട്. ഒരു ഫൈറ്റ് വീണ്ടും ചാൻസ് ഉണ്ട്. ഇതും ഒരു കിടിലം ടീമാണ്. 2 പ്ലേയേഴ്സ് എങ്ങനെ നമ്മൾ ലാസ്റ്റിലേക്ക് നമ്മൾ കിടിലം പ്ലേയേഴ്സ് നമ്മൾ കയറ്റിവിട്ടുള്ള ഒരു കളിയാണ് നമ്മൾ കണ്ടുവരുന്നത്. മുരുകൻ ഡെത്ത് കയറി വരുന്നു. സ്ലൈറ്റൻ ഇതൊക്കെ കണ്ടു നോക്കി നിൽക്കുന്നു. ഡ്രിങ്ക്സൊക്കെ അടിച്ച് ചില്ലായിരിക്കുകയാണ്. MK40 ഓഗ് ഈ ഡ്രോപ്പ് ആരും തൊട്ടിട്ടില്ല. 3 പ്ലെയർ അടിച്ച് M249 MK40 ഇതിലുള്ള ആരാ തോണ്ടിപ്പോയിന്. അപ്പോൾ നമ്മളെ മുരുകൻ ഉറങ്ങുകയാണ്. അപ്പോൾ ഡെത്ത് കുറച്ച് നേരം നോക്കുന്നുണ്ട്. മുരുകൻ സമയം കൊണ്ട് കുറച്ച് നേരം റെസ്റ്റിങ്ങിലാണ് തോന്നുന്നു. പണി തുടങ്ങുന്നുണ്ട്. ഡെത്ത് നോക്കി നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യുന്നറിയാൻ നിൽക്കുന്നുണ്ട്. കാർ ഗെറ്റിന് അടിച്ച് എക്സിറ്റായി പോയി അടിച്ച് അങ്ങനല്ലേ. നമ്മൾ പിന്നെ ഈ ഇറാങ്കിൾ മാപ്പ് അധികം കളിക്കാത്തതുകൊണ്ട് പിന്നെ ടെക്സോ സൈക്കോ അതുപോലെ തന്നെ ഉണ്ട്. DF ടീം അവിടുന്ന് സ്കൂട്ടായി വരുന്നുണ്ട്. DF ടീം അവിടുന്ന് ഫോൾ ബാക്ക് ചെയ്തു. അങ്ങനെ 8x ടീമിന് അവിടെ
അവിടെ ഒഴിവാക്കിയിട്ടാണ് ടീംസ് വരുന്നത്. സ്കൾ ടീം അതുവഴി പാൻസറൊക്കെ എടുത്ത് വരുന്നുണ്ട്. മച്ചാന്മാരെ പൊളിയാണ്, സ്കളിൽ പൊളി. എന്തായാലും ഡിന്നർ അടിച്ച മച്ചാന്മാരാണ്. നേരെ കയറി ചില വേറെ അല്ല സൈക്കോ ഡാക്സോ സൈക്കോൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ഡാക്സോ സൈക്കോ അവിടെ നിന്ന് അറിയാതെ പൊട്ടിക്കാണ് തോന്നുന്നത്. ഈ സാധനത്തിൽ മുന്നടിക്കാൻ നമ്മൾ ഡാക്സോ സൈക്കോണ് സ്കൾ വാസസ് DF തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇതിന് മുകളിൽ ഡാക്സോ നിൽക്കുന്നുണ്ട്. സ്കൾ വാസസ് DF. അതിൻ്റെ മുകളിൽ നമ്മളൊരു ക്യാമറ ഇരിക്കുന്നുണ്ട്. ഡാക്സോ സൈക്കോ അവിടെ നോക്കുന്നു. ഡാക്സോ സൈക്കോ അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി നോക്കിയിരുന്നു. നമ്മളൊരു മച്ചാനെ നോക്കിയത്. പക്ഷേ ഡാക്സോ സൈക്കോനെ അവിടെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഫ്യൂസിനെ അവിടെ റിവൈവ് ചെയ്യുന്നുണ്ട്. OMKV നിർത്തിയോ? OMKV ഒരേ റൂം നിർത്തിയടാ. ഇവിടെ പണി തുടങ്ങിയൊന്നും വേറെ ആരുമല്ല, നമ്മളെ മച്ചാൻ നമ്മളെ 8X ടീം കയറി വന്നിരിക്കുന്നു. നമ്മളെ KL-14 തമ്മിലാണ് ഫൈറ്റ് എടുക്കുന്നത്. OMKV റൂം അവർ നിർത്തിയതാടാ. പണി കുടുങ്ങിയിരിക്കുന്നു. നീടൊക്കെ വലിച്ചേരുന്നത് നമ്മളെ 8X ടീം. അങ്ങനെ വൽപ്പൊളിയായിട്ട് നമ്മൾക്ക് മുരുകൻ കയറി വന്ന് നോക്കിയിരുന്നു. ഇനി ഒരാൾ മാത്രമുള്ള ജസ്റ്റ് വെരി സിമ്പിളായിട്ട് നമ്മൾ 8X ടീം 17 കിൽസ് അടിച്ചെടുക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ DF ടീം അവിടെ പണി തുടങ്ങിയിരിക്കുന്നു. അമിഗോസ് പുഷിനും ഏത് വേണമാണ് നല്ലത്. ഏത് ലീഗ് പുഷിനാണെങ്കിൽ വല്ല വിക്കണ്ടിയാവും. മിറാമറൊക്കെ ഇട്ട് കളിക്കണേ. കേടി കൂട്ടണമെങ്കിൽ വല്ല സാധനമൊക്കെ കളി. എന്നാൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. മൊസാഡ് ടീംസ് അങ്ങനെ 8X ടീം അങ്ങനെ ഫൈറ്റ് നടക്കുന്നുണ്ട്. നമ്മൾ DF ടീം അങ്ങനെ കയറി വരുന്നുണ്ട്. 2 പ്ലേസ് നോക്കാൻ എടുക്കുന്നുണ്ട്. DF ഫ്ലൈറ്റിനാണ് DF ഫ്ലൈറ്റ് നോക്കാവുന്നത്. പിന്നെ അറിയട്ടെ തോർ ഫയറിങ്ങിട്ട് അങ്ങനെ ഫിനിഷ് ചെയ്യുന്നു. സ്കൾ ടീമിനാണ് ഫിനിഷ് ചെയ്യുന്നു. 8X ടീമിൻ്റെ അടുത്ത് 3 ടീംസ് അങ്ങനെ 4 ടീംസ് 11 അലൈസ് ആയിട്ടാണ്. MI3 നോക്കി. MI1 അവിടെ നിൽക്കുന്നുണ്ട്. MX8 മുരുകൻ ആൻഡ് ഡെത്ത് രണ്ടാളും മതി. മുരുകൻ ആൻഡ് ഡെത്ത് നല്ലൊരു കിടിലൻ കോമ്പിനേഷനാണ് മച്ചന്മാർ കളിക്കുന്നത്. അങ്ങനെ MI4 അങ്ങനെ ഫ്ലാങ്ക് തരുന്നുണ്ട്. MI4 കണ്ടു തോന്നുന്നു. കണ്ടിട്ടുണ്ട്. നമ്മൾ ഡെത്തിനെ നോക്കിയാൽ ചാൻസ് ഉണ്ട്. മച്ചാനെ ഫ്ലാങ്ക് തരുന്നുണ്ട്. മച്ചാനെ കിടിലമായിട്ട് ഇപ്പം തന്നെ നോക്കിയത് അങ്ങനെ കിട്ടുന്നത്. അങ്ങനെ നോക്കി വരുമ്പോൾ 2 പ്ലേസ് നോക്കുന്നുണ്ട്. 8X മുരുകൻ ആൻഡ് ഡെത്ത്. MIൻ്റെ ഒരു മച്ചാൻ വന്നിട്ട് നമ്മൾ 8Xൽ ഒരു പയറിനെ ഡെത്തിനെ നോക്കിയുന്നുണ്ട്. അങ്ങനെ MIൽ 1 vs 1 MI4 vs മുരുകൻ vs അങ്ങനെ എന്താ നോക്കാം. നിശ്ചലമായിരിക്കുന്നു. ആൽപ്പുളിയായിട്ട് നമ്മളെ മുരുകൻ അങ്ങനെ ഓരോ തീർത്ത് ഫിനിഷ് ചെയ്ത് വരുന്നുണ്ട്. ആൽപ്പുളി മുരുകൻ അവിടെ നിൽക്കുന്നുണ്ട്. മുരുകൻ തുള്ളിച്ചാടി നടക്കുന്ന മുരുകൻ പുറത്തിറങ്ങി തീർക്കുന്ന മൊസാഡ് ടീമിനായിട്ട് വൈപ്പ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 3 ടൈംസ് ആയിട്ട് 8X ടീം ആൽപ്പുളി 21 kills. ഇന്നത്തെ MVP ഇല്ല, ചാൻസ് ഇല്ല. ഈ സമയമുണ്ട്. സ്ലൈറ്റൻ 7 kills ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വെങ്കടേഷ് ഒന്നരന്ന് വെച്ച് അങ്ങനെ നോക്കിയൊക്കെയുണ്ട്. നമ്മൾ DF ടീം അങ്ങനെ കയറി വരുന്നുണ്ട്. DF ടീം അങ്ങനെ 11 kills കൂടി ടീംസ് കയറി വരുന്നുണ്ട്. നമ്മുടെ ടീംസ് വിക്ടേഷ് വിക്രം DF തമ്മിലൊരു ഫൈറ്റിംഗ് ചാൻസ് ഉണ്ട്. വെങ്കടേഷ് ഒന്നും കാണില്ല. DF ടീം നേരെ കയറി വരുന്നത് 8X vs DF ഒരു കിടിലൻ മാച്ചായിരുന്നു കാണാൻ ചാൻസ് ഉള്ളത്. മുരുകനും ഡെത്തും കൂടി വണ്ടി എടുത്ത് പുറത്തോട്ട് ചാടി വരുന്നുണ്ട്. വെങ്കടേഷ് കൊണ്ട് പുറത്ത് വെച്ചിട്ട് വന്ദേ മാതരം പറയാൻ നിൽക്കുകയാണ് തോന്നുന്നു. പണി കൊടുക്കാൻ നമ്മൾ എല്ലാവരും കൂടി ചേസ് ചെയ്യാനാണ്. ഒരുത്തം വീണിരിക്കുന്നു. ഇനി ഒരാൾ മാത്രം ബാക്കിയുള്ളൂ. ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ ഏകദേശം നമ്മളെ മാച്ച് മനസ്സിലായിരിക്കുന്നു. ഇനി ഏകദേശം അധിക സമയമില്ല. അങ്ങനെ 2 team 5 allies 1 vs 5 DK വെങ്കടേഷ് ആൻഡ് DF. അപ്പോൾ നമ്മൾ സ്ലൈറ്റിനാണ് വണ്ടി ഓടിച്ചത്. അപ്പോൾ MVP മിസ്സായിരിക്കുന്നു. സ്ലൈറ്റിന് 9 kills ഉള്ള നമ്മൾ 8Xലെ പ്ലെയർ ആയിരിക്കുന്നു നമ്മളെ ഇന്നത്തെ MVP. അൽപ്പൊളിക്കളിയായിരുന്നു. DF വന്നിട്ട് നമ്മൾ 8X 21 kills എടുത്ത് 8Xനാണ് അടിച്ചിട്ട് തീർത്തിരിക്കുന്നത്. നമ്മളെ സ്ലൈഡ് നയിക്കുന്ന DF 13 kills കൂട്ടി ലൈവായിട്ട് നിൽക്കുന്നു. 1 vs 4 ക്ലച്ച് എടുക്കാൻ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് വരുന്നുണ്ട്. ഒറ്റയാനെ പിടിക്കാനുള്ള പരിപാടിയിലാണ്. ഒറ്റയാൻ എന്ത് ചെയ്യുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ സോണുകളിലേക്ക് ചെറുതാവാൻ ചാൻസ് ഉണ്ട്. അതിന് DP ഒക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം പൊസിഷൻസ് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ മച്ചന്മാർ കയറി വന്നിട്ട് പൊളിയായിട്ട് നമ്മൾ മച്ചൻ തീർക്കുന്നു. DF സ്ലൈറ്റൻ വീണ്ടും കില്ല്. അങ്ങനെ 8 kill DF സ്ലൈറ്റൻ എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ടീം കിൽ 14 kills. സെക്കൻഡ് നമ്മൾ DK വെങ്കടേഷ് ഒറ്റയ്ക്ക് 8X ടീം ആൽപ്പൊളി 9 kills. നമ്മൾ 8X മുരുകൻ 9 kills അടിച്ചിട്ടുണ്ട്. ടീം കിൽ 21 kills ആണ് നമ്മുടെ ടീമിൽ. മൊസാഡ് ടീംസ് 4th. സ്കൾ ടീംസ് 7 kills. 7 അല്ല 7 kills. KL-14 2 kills. Dexo Psycho 1 kill. Fatal Teams 5 kills. BTK 4 kills. WM 5 kills.
Squad number 1 3 kills, PRD 2 kills. ആദ്യ ടീം അടിപൊളികളായിരുന്നു. 6 9 10 കിൽസ് അടിച്ചെടുത്തിട്ടുണ്ട്. 20 പൊസിഷൻ ആണെങ്കിൽ അടിപൊളി കളിയായിരുന്നു. ലോൾ ടീം 2 കിൽ, അക്കോം 2 കിൽ ആൻഡ് നോയ്സി ഏജ് 1 കിൽ. അപ്പോൾ വീണ്ടും നാളെ കാണുന്നതായിരിക്കും. ബൈ ബൈ പറയാണ്. അടുത്ത മാച്ചുമായിട്ട് നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, സി യു.